ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ പാർട്ടി മെനു ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരുപാട് പാർട്ടി മെനു നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു 1-1.5-2 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മുടെ പാർട്ടി മെനുവിൽ നല്ല പിടിയും കോഴിക്കറിയും ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പിടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടും തന്നെ തരിയില്ലാത്ത പൊടിയാണ് കേട്ടോ. അത് 3 കപ്പും ആ 3 കപ്പിന് ആനുപാതികമായിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട്. 3 കപ്പിന് ശരിക്കും 1.5 കപ്പ് തേങ്ങ ചേർത്താൽ മതി. നമ്മൾ സാധാരണ ചിരകി കിട്ടുന്ന ഫ്രഷ് തേങ്ങയാണെങ്കിൽ. അപ്പം എൻ്റെ കയ്യിൽ ഫ്രഷ് തേങ്ങ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയും അതേപോലെ തന്നെ തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു പൊടിക്കും തേങ്ങയ്ക്കും ഒരു ലൈറ്റ് ഒരു പിങ്ക് കളർ ആവുന്നവരെ, ചുവന്ന് തുടങ്ങുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പൊടി ആയതുകൊണ്ട് തന്നെ ചൂടത്ത് പെട്ടെന്ന് അതിന്റെ കളർ മാറിയിട്ട് അരി മാത്രം ഇങ്ങനെ കരിഞ്ഞൊക്കെ പോകാനായിട്ട് ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. പൊടി നന്നായിട്ട് ചൂടാവണം. പ്രത്യേകിച്ച് ഇത് തരിയില്ലാത്ത പൊടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടായില്ലെങ്കിൽ നമ്മൾ പിടി ഉരുട്ടുമ്പോൾ അതിങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് നമ്മളത് ചൂടാക്കി എടുക്കണം. അപ്പോൾ പിടി കുഴയ്ക്കാൻ വേണ്ടി നല്ല തിളച്ച വെള്ളം വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. കുറച്ചധികം വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ തിളപ്പിക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങയും അതേപോലെ ഒരു ടീസ്പൂൺ ജീരകമാണ്, സാദാ ജീരകമാണ്, ക്യൂമിൻ സീഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. അപ്പൊ നല്ല ചൂട് വെള്ളത്തിലാണ് നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പൊ പൊടി കറക്റ്റ് പാകത്തിന് ചൂടായി വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പൊടിയുടെ കളർ കണ്ടോ, ഒരു ചെറിയൊരു ചുമപ്പ്, അതായത് ലൈറ്റ് പിങ്ക് കളർ ആ ഒരു പൊടിക്കുണ്ടല്ലേ. അപ്പൊ ഞാനത് കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഈ ഒരു പാത്രത്തിലിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അതിലേക്ക് അല്പാൽപമായിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ്, നല്ല ചൂടോടുകൂടി തന്നെ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആദ്യം ഇതൊരു തവി കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. എത്രത്തോളം നന്നായിട്ട് നമുക്ക് ആ ഒരു പൊടി കുഴച്ചെടുക്കാമോ അത്രയും നന്നായിട്ട് നമ്മുടെ പിടി നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ നമ്മൾ ഉരുട്ടുമ്പോൾ ഒക്കെ പൊടിയാത്ത രീതിയിൽ കിട്ടും. അപ്പം അതൊക്കെ ചെയ്യുന്നത് ഈ ചായനാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് ആ പൊടിക്കും വെള്ളത്തിന്. അതുകൊണ്ട് തന്നെ അടുത്തൊരു പാത്രത്തിൽ തണുത്ത വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം ഇടയ്ക്കൊന്ന് കൈ അതിൽ മുക്കി ആ ചൂട് പൊടിയും അതേപോലെ തന്നെ വെള്ളം കൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലേക്കൊക്കെ സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഈ രീതിയിലാണ് പിടി ഉണ്ടാക്കുന്നത്. പക്ഷെ പൊടി ചിലപ്പോൾ പുട്ടിന്റെ പൊടിയായിരിക്കും. ആ ഒരു തരിയുടെ പാകത്തിനാണ് എടുക്കാറുള്ളത്. അപ്പത്തിന് ഇടിയപ്പത്തിന് എടുക്കുന്ന പൊടി സാധാരണ പിടി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീടുകളിലൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു തവണ, കഴിഞ്ഞ തവണ ക്രിസ്തുമസിന് ഞങ്ങളും ചേച്ചിയൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാണിച്ച റെസിപ്പിയിൽ നമ്മൾ അന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച് നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ വെച്ചായിരുന്നല്ലോ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ച് കൊണ്ടുവരാൻ വിട്ടുപോയതുകൊണ്ട് അത് പിടിയാക്കി മാറ്റിയതാണ്. പിന്നീടാണ് മനസ്സിലാക്കിയത് ഈ ഒരു പൊടി ഉണ്ടാക്കാൻ കുറച്ചുകൂടെ എളുപ്പം എന്നല്ല, നമുക്ക് ഈസിലി അവൈലബിൾ ആണ് നമുക്ക് ഇവിടെയൊക്കെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൊടി. അപ്പോൾ ആ പൊടി കൊണ്ടാണ് നമ്മൾ പിടി കുഴയ്ക്കുന്നത്. നന്നായിട്ട് കുഴച്ച ശേഷം നമ്മളിത് ചെറിയ ചെറിയ ഉണ്ടകളായിട്ടത് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഒട്ടും തന്നെ ആ ഒരു ഉണ്ടയ്ക്കുന്നൊരു പൊട്ടലോ വിള്ളലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ തിളപ്പിച്ച വെള്ളം മുഴുവൻ വേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം തിളപ്പിച്ചത്. അതിൻ്റെ അത് തേങ്ങയും ജീരകവും ഒക്കെ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം തേങ്ങാപ്പാൽ, അത് നമ്മൾ ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അത് ഓപ്ഷണലാണ്. പക്ഷെ നമുക്ക് തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ പിടിക്ക് നല്ലൊരു ചാടിന് നല്ലൊരു ടേസ്റ്റ് ഒക്കെ വരും. അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പിടി ഉരുട്ടിയത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരുപാടിട്ടിങ്ങനെ ഇളക്കരുത്. നമ്മൾ തവിയുടെ കടഭാഗം കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വളഞ്ഞിരിക്കാത്ത
തവിയാണോ ഉള്ളെങ്കിൽ അതുകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതായത് പിടിയുടെ എല്ലാ ഭാഗത്തും ആ വെള്ളമൊക്കെ എത്തുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ആ ഉണ്ട ചേർത്ത ശേഷം അതിൻ്റെ നിരപ്പിന് അല്ലെങ്കിൽ കുറച്ച് മുകളിലായിരിക്കണം വെള്ളം നിൽക്കേണ്ടത് ഉണ്ടായിരിക്കേണ്ട. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് വറ്റിപ്പോവും, അടിയിലുള്ള കഷ്ണങ്ങളൊക്കെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിരപ്പിന് വെള്ളത്തിനൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പിടി ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ക്രിസ്മസ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പിടിയുടെ കൂടെ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുകും ഒരു അല്പം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സവാളയാണ്, അതേപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ സവാള ഇവിടെ ഞാൻ വെള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്, സാധാ സവാള ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്തവണ പോയപ്പോൾ നമുക്ക് നല്ല മറ്റേ റോസ് കളർ സവാള നല്ലത് കിട്ടിയില്ല, അതുകൊണ്ടാണ് വെള്ള എടുത്തത്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ, നന്നായിട്ടൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. സവാള ഞാൻ 3 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തത്. 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള അളവുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയൊക്കെ വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരല്പം മീറ്റ് മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പൊടികളെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പൊടികളുടെ റോ ടേസ്റ്റ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചോളൂ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. മൂടി വെച്ചാണ് വേവിക്കുന്നതെങ്കിൽ ഞാൻ ഒരല്പം വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മുടെ ചീനച്ചട്ടി നോൺ സ്റ്റിക്ക് അല്ലല്ലോ, അതുകൊണ്ട്. അതിനുശേഷം പിന്നീട് ചിക്കനിൽ തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം അടങ്ങി തുടങ്ങി. അപ്പോൾ അത് ഏകദേശം ഈ ഒരു അളവിലായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകണ്ട കേട്ടോ, കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളുക. പിന്നെ ഇതൊരു നന്നായിട്ട് നല്ല ചാറുകറി രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പോരാതെ നമ്മളിതിലേക്ക് വറുത്തരയും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രമാത്രം നമുക്ക് ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് നമ്മൾ പച്ചവെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു വെള്ളച്ചോവ് വരും, അല്ലെങ്കിൽ ആ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറികൾ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് അതിലേക്ക് ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിയൊക്കെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നു കഴിഞ്ഞു. ഞാനിതിലേക്ക് വറുത്തര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള നമ്മുടെ വ്ലോഗുകൾ കണ്ടാൽ അറിയാം, നമ്മൾ നേരത്തെ തന്നെ വറുത്തര തയ്യാറാക്കി ഇവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം വറുത്തരയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു വറുത്തരയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. തേങ്ങ ചിരകി നന്നായിട്ട് വറുത്തെടുത്ത് അരച്ച് നമ്മൾ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്നാണ് കേട്ടോ അങ്ങനെ ചെയ്തുകൊണ്ട് വന്നത്. ഇവിടെ വെച്ച് ചെയ്തില്ല, കാരണം നമുക്ക് ഇവിടെ അത്ര നല്ല തേങ്ങ ഒന്നും കിട്ടാറില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയ സമയത്ത് നമ്മൾ തേങ്ങ നാട്ടിൽ നിന്ന് ചിരണ്ടി വറുത്തരയായിട്ട് കൊണ്ടുവന്നതാണ്. അത് ഫ്രിഡ്ജിൽ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. വറുത്തരയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ചെയ്ത് മാറ്റി എടുത്തു വെച്ചു. ഇനി അടുത്ത് ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഞാൻ
കുരുമുളകും പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇത് അവസാന ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ ഒഴിച്ച വെള്ളം കുറച്ചുകൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തത്. ചിക്കന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നല്ല ചാറുകറിയായിട്ട് നല്ല നാടൻ ചിക്കൻ കറിയാണ്. ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ട്യൂണ കട്ട്ലേറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ക്യാനിൽ കിട്ടുന്ന ട്യൂണയാണ് എടുത്തിരുന്നത്. അത് ഒലിവ് ഓയിലിൽ മിക്സ് ചെയ്ത് വന്നിരുന്ന ട്യൂണയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കുന്നില്ല. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ നേരെ ആ ട്യൂണ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ഒന്ന് വെന്ത് നമുക്ക് സാലഡിലൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ക്യാനിൽ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരമൊന്നും വഴറ്റേണ്ട ആവശ്യം വന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കാത്തത് അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടില്ല. അപ്പോൾ ട്യൂണയിലേക്ക് ഞാൻ പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുരുമുളക് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ആ ഒരു മിക്സ് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമുക്ക് എത്രത്തോളം ഡ്രൈ ആയിട്ട് കിട്ടുമോ അത്രത്തോളം നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ അവസാനമായിട്ട് ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വഴറ്റി യോജിപ്പിച്ച ശേഷം നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ട്യൂണയും സവാളയും അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സും അങ്ങനെ എല്ലാം കൂടെ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിലും അതേപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്താൽ നമുക്ക് ആ കട്ട്ലേറ്റ് നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ളയും അതിലേക്ക് ഒന്നല്ല കേട്ടോ 2 മുട്ടയുടെ വെള്ളയും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ മിക്സ് ചെയ്തിട്ട് വിസ്ക് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് കയ്യിലെടുത്ത് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ ആണ്. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ മുട്ടവെള്ളയും അതേപോലെ തന്നെ കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുന്നു. പിന്നെ സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. സാധാരണ ഫിഷ് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് ആ ഫിഷിൻ്റെ പ്രത്യേകിച്ച് ട്യൂണയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലല്ല. പക്ഷെ നമ്മൾ ഈ ഒരു കുരുമുളകും പെരിഞ്ചീരകവും ഉള്ളിയും അതേപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ട്യൂണയുടെ ഇഷ്ടമല്ലാതിരിക്കുന്ന മുന്നിൽ നിൽക്കുന്ന സ്മെല്ല് നമുക്ക് മാറിക്കിട്ടും. മാത്രമല്ല നമ്മൾ മീറ്റ് കട്ട്ലേറ്റ് ഒക്കെ കഴിക്കുന്ന അതേ ഫ്ലേവറിലും ടേസ്റ്റിലൊക്കെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന അത്ര കഷ്ടപ്പാട് നമുക്ക് ട്യൂണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിനില്ല. ഇനി അഥവാ നിങ്ങളുടെ ക്യാനിൽ കിട്ടുന്ന ഫിഷ് അതേപോലെ ട്യൂണ ഒന്നും ഇല്ല എങ്കിൽ പോലും നല്ല ദശക്കട്ടിയുള്ള മീൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് മുള്ളിൽ നിന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്യൂണ കട്ട്ലേറ്റിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ അളവുകളോട് കൂടിയുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അളവുകളൊന്നും എടുത്തു പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോരോ കട്ട്ലേറ്റ് പീസുകൾ ഇട്ടു. ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നവരെ. അപ്പോൾ തീ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു പോയിട്ട് ഉൾഭാഗം വേവാതെ വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ കട്ട്ലേറ്റും റെഡിയായി. ഇനി ഞാനൊരു റൈസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണി പോലെ റൈസ് പോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക പട്ട പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. 3 കപ്പ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം നമ്മളൊരു മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് ഭാഗത്തിന് ഇങ്ങനെ വേവിച്ചെടുക്കുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് വേവ് ചിലപ്പോൾ കൂടിപ്പോകാനായിട്ട് ഇടയുണ്ട്. എനിക്കത് അത്ര കംഫർട്ട് അല്ലാതാനും. എനിക്ക് എപ്പോഴും ഊറ്റിയെടുക്കുന്ന പരുവത്തിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ നമ്മൾ റൈസ് വേവിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് സവാള അതേപോലെ തന്നെ ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. ഒരുപാടൊന്നും വഴണ്ട് വരണ്ട കേട്ടോ.
അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസാണ്. നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് ആ ബിരിയാണി മസാലയുടെ ആ ഒരു റോ ടേസ്റ്റ് ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ്. അപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസോ ജീര റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനത്തെ റൈസുകൾ, അതായത് വെജിറ്റബിൾ റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബസ്മതി റൈസാണ് ഇഷ്ടം. അപ്പോൾ ചോറെല്ലാം ഇട്ടു. അതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് വിതറിയ ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്യുന്ന പോലെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വെജിറ്റബിൾ റൈസ്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ റൈസും റെഡി ആയി കഴിഞ്ഞു. ഒരുപാട് വെറൈറ്റി റൈസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസ് മുതൽ സൗദി മന്തി വരെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു പാർട്ടി മെനു എന്ന് പറയുന്നത്. അപ്പോൾ കട്ട്ലേറ്റും ഫിഷ് കട്ട്ലേറ്റും നല്ല നാടൻ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയും അതേപോലെ തന്നെ നമ്മളുണ്ടാക്കിയ നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ റൈസുമാണ് ഇന്നത്തെ പാർട്ടി മെനുവിലുള്ളത്. നമ്മുടെ പാർട്ടി മെനുവിലൂടെ ഒരുപാട് നമ്മൾ മെനു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള മെനു കാണിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു മെനു കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.